30 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ നഗരസഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ഞങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. നമ്മുടെ നഗരസഭയിലെ വോട്ടെടുപ്പ് പുരോഗമിക്കുകയാണ്. ഇവിടെ 35-ാം വാർഡിലെ സ്ഥാനാർത്ഥി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദനോടൊപ്പമാണ് നമ്മളിപ്പോൾ ഉള്ളത്. UDF-ന്റെ നേതാക്കളൊക്കെ, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ UDF-ന് മേധാവിത്വം ഉണ്ടാകും, 25 സീറ്റ് വാർഡ് വിജയിച്ച് UDF അധികാരത്തിലെത്തുമെന്നാണ് പറഞ്ഞത്. മറിച്ചാണ് LDF പറയുന്നത്. ഏതായാലും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ ഇവിടെ UDF-ന്റെ സാധ്യതകൾ, നിങ്ങളുടെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് വലിയ അത്യാവശ്യം ഭൂരിപക്ഷം നേടി അധികാരത്തിലെത്താൻ കഴിയുമെന്നാണ്. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ അതെന്ത് ഘടകമാണ് അങ്ങനെ? കാരണം LDF 3 പതിറ്റാണ്ടായിട്ട് ഭരിക്കുന്നു, അതിനുള്ള അടിയൊഴുക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾ കണ്ടെത്തിയ കാരണങ്ങളുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. 30 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതി ഈ നഗരസഭയ്ക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് ഞങ്ങൾ തുറന്ന് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. MLA-യുടെയും അതേപോലെ KPCC ജനറൽ സെക്രട്ടറി V. ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നേടുന്നത്. ഓരോ വാർഡുകളും നമ്മൾ ചെല്ലുമ്പോൾ അവിടുന്ന് ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് 30 വർഷമായി നഗരസഭ ഭരിച്ചതിലുണ്ടായിരുന്ന അവരുടെ പാളിച്ചകൾ, അവർ ചെയ്ത പ്രവർത്തികളുടെ മോശത്തരം, അത് ആളുകൾ ഇങ്ങോട്ട് പറയാണ്. ഞങ്ങൾ ഇത്ര കാലമായി ഈ പെരിന്തൽമണ്ണയ്ക്ക് മാറ്റമുണ്ടാക്കാൻ എന്ത് ചെയ്തു, എന്താണ് 30 വർഷത്തെ നമുക്കുണ്ടാക്കിയ നേട്ടം എന്ന് നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് വാർഡുകൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജം എന്ന് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 30 വർഷത്തെ ഈ ദുർഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് UDF-ന്റെ ഒരു സൽഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇവിടെ കഴിഞ്ഞ പത്രസമ്മേളനത്തിലൊക്കെ MLA പറഞ്ഞതുപോലെ 30 വർഷമായി ഒരു MLA ഫണ്ടോ ഒരു MP ഫണ്ടോ ഈ നഗരത്തെ ഉപയോഗിക്കാണ്ട് ഈ നഗരത്തിനെ വീർപ്പ് മുട്ടിച്ചുകൊണ്ട്, നഗരം വളർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ വീർപ്പ് മുട്ടിച്ച് വീണ്ടും വീർപ്പ് മുട്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയായിട്ട് ഉണ്ടായിട്ടുള്ളത്. അവരവരുടെ പോക്കറ്റ് വീർപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഭരണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്ക് സാധാരണക്കാരായ ആളുകൾക്ക്, ഈ നഗരത്തിൽ വന്നു പോകുന്ന ആളുകൾക്ക്, ഈ നഗരത്തെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു മുന്നേറ്റവും ഇല്ലാത്ത രീതിയിലാണ് 30 വർഷവും ഇവിടെ ഭരണം മുന്നോട്ട് പോകുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ഊർജം. ഞങ്ങളുടെ അജണ്ട എന്ന് പറയുന്നത് ഈ ഭരണസമിതിയെ പുറത്താക്കിക്കൊണ്ട് UDF-ന്റെ സൽഭരണം സാധാരണക്കാരനും വ്യാപാരികൾക്കും വ്യവസായികൾക്കും തൊഴിലാളികൾക്കും അതോടൊപ്പം തന്നെ ഇവിടെ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ നല്ല ഒരു നഗരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഒരു 25 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ UDF അധികാരത്തിൽ വരുമെന്നാണ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. ഈ വാർഡില് മത്സരിക്കുന്നുണ്ട്, 35-ാം വാർഡ് അല്ലേ? 35-ാം വാർഡിലെ കൗൺസിലറായിട്ട് നിങ്ങൾ ആദ്യഘട്ടം മുതൽ പല ഘട്ടങ്ങളിലായി നല്ല കളം നിറഞ്ഞുള്ളൊരു മത്സര രംഗത്തുണ്ടായിരുന്നു അരഞ്ഞിക്കൽ ആനന്ദൻ. താങ്കൾ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് മാത്രമല്ല, എല്ലാവരും ഒരുമിച്ച് നിർത്തി നല്ല പോരാട്ടമായിരുന്നു. അപ്പോൾ ഈ പോരാട്ടത്തിനൊടുവിൽ ഈ വാർഡ് പിടിച്ചെടുക്കാനും അതുകൂടാതെ നഗരസഭയിലേക്ക് ഒരു ഭരണം എന്ന രീതിയിൽ എത്തിച്ചേരാൻ കഴിയുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ UDF-ന്റെ നേതാക്കന്മാരായ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മത്സരിക്കുന്നു, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മത്സരിക്കുന്നു, UDF-ന്റെ ചെയർമാനും കൺവീനറും മത്സരിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ മുഖം ആണ് മുന്നിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർഷിപ്പുള്ള ആളുകളെ കോട്ട പൊളിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് എന്നെ പോലുള്ള ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പുത്തൂർ വാർഡ് എന്ന് പറയുന്നത് CPM-ന്റെ കോട്ട എന്ന് എന്നും പറഞ്ഞിരുന്ന ആ കോട്ട പൊളിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ അവിടെ ഇറങ്ങിയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ആ വാർഡിൽ ഉടനീളം 4ഓ 5ഓ സ്ക്വാഡ് ഞാൻ ഇറങ്ങിയിരുന്നു. ആളുകളുടെ ഒക്കെ സ്നേഹം പിടിച്ചു പറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്, ആളുകളുടെയൊക്കെ പിന്തുണ പിടിച്ചു പറ്റാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. ആളുകളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്. ഈ വാർഡും പൊളിച്ചെടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. 35-ാം വാർഡ് ഈ പ്രാവശ്യം എണ്ണുമ്പോൾ UDF-ന്റെ കരങ്ങളിൽ ഭദ്രമായിരിക്കും. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അരഞ്ഞിക്കൽ ആനന്ദൻ നമ്മോട് പ്രതികരിക്കുന്നത്. 35-ാം വാർഡില് LDF-ന്റെ കോട്ടയാണ്. ആ കോട്ട പൊളിച്ചിട്ട് UDF-ന് ഒരു വിജയം ഉണ്ടാകുമെന്ന ഒരു വലിയ ആത്മവിശ്വാസം അദ്ദേഹം നമ്മോട് പ്രകടിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ UDF-ന് പെരിന്തൽമണ്ണ നഗരസഭ അധികാരത്തിലെത്താൻ കഴിയുമെന്ന ഒരു വ്യക്തമായ കാരണങ്ങൾ നിരത്തി അവരുടേതായ UDF-ന്റേതായ കാരണങ്ങൾ നിരത്തി അദ്ദേഹം വലിയ ആത്മവിശ്വാസവും കൂടി പങ്കുവെക്കുന്നുണ്ട്. ഏതായാലും ആശംസിക്കുന്നു, ആശംസ നേരാനേ പറ്റുള്ളൂ. വിധി എഴുതിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾ. വിധിയെഴുത്തിനപ്പുറം ഒരു ദിവസത്തിനപ്പുറം വിധിച്ചത് എന്താണ്, ജനം വിധിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാനും കഴിയും.
അപ്പോൾ ജനം വിധിയെഴുതുന്നു. ജനം വിധിച്ചത് എന്താണെന്ന് നമുക്ക് കാത്തിരുന്ന് അറിയാൻ സാധിക്കും. ആരെ വാഴിക്കണമെന്ന് തീരുമാനിക്കേണ്ടവർ ജനങ്ങളാണല്ലോ. അപ്പോൾ ജനം തീരുമാനിച്ചിട്ടുണ്ടാവും, ജനം തീരുമാനിക്കും, ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബ്ബാർ വേണാട്, ചാനൽ 10 പെരിന്തൽമണ്ണ. കല്യാണം കഴിഞ്ഞ് കുറച്ചു കാലം ഫാമിലി പ്ലാനിങ് ഒക്കെയാണെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു. കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കുന്നത്. ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനെ കുറിച്ച് പറയുന്നത്. കുഞ്ഞു വിശേഷത്തിന് തുടക്കമാവുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.